കെയറോസ് കനാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡോഗിനെ കൂട്ടിക്കയറുന്ന ഒരു കമാൻഡാണ് പഠിപ്പിക്കുന്നത്. ഇന്നെന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യണത്. ചിലവർ ക്രേറ്റ് എന്നും പറഞ്ഞ് വേർഡും യൂസ് ചെയ്യും. ആ കമാൻഡിൻ്റെ പേര് അത് യൂസ് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള പേര് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ഇന്നെന്നും പറഞ്ഞാണ് പഠിപ്പിക്കുന്നത് എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീണ്ടും നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കമാൻഡും കൂടി ആഡ് ചെയ്യും. ഇന്നെന്നുള്ള കമാൻഡ്. ഈ കമാൻഡ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂട് അടയ്ക്കാൻ ആദ്യം നോക്കരുത്. നമ്മൾ കൂട്ടി കയറ്റാനുള്ള കമാൻഡാണ്. പക്ഷെ നമ്മൾ ആദ്യം ഒരു ഫുഡ് എടുക്കുക. ഫുഡ് പീസ് എടുത്തിട്ട് ഡോഗിന് കൊടുക്കാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു പീസ് എടുത്തിട്ട് കൂട്ടിലേക്ക് ഇടും. കൂട്ടിലേക്ക് ഇടുമ്പോൾ നമ്മളിങ്ങനെ ഒരു ആംഗ്യം കാണിക്കും. ഇങ്ങനെ കൂട്ടിലേക്ക് ഇങ്ങനെ ഒരു കൈ നീട്ടിയിട്ട്. അപ്പോൾ അത് കയറി കഴിക്കും. അത് കഴിച്ച് കഴിയുമ്പോൾ വരും. വീണ്ടും തിരിച്ച് വിളിച്ചിട്ട് നമ്മളിവിടെ ഒരു ഫുഡ് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യണത്. അത് കഴിഞ്ഞ് വീണ്ടും കൂട്ടിലേക്ക് ഇങ്ങനെ പീസ് ഇടും. അപ്പോൾ ഫുഡ് പീസ് വീണ്ടും കഴിയുമ്പോൾ നമ്മൾ ചാടി കയറി എടുത്തിട്ട് ചില ഡോഗാണ് ഇങ്ങനെ തിരിച്ചിറങ്ങി പോരും. ചിലവർ അവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ തിരിച്ചിറങ്ങി പോരാണ്. അപ്പോൾ തിരിച്ചിറങ്ങി നമ്മളിവിടെ ഒരു പീസ് കൊടുക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യണത്. വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ ഇങ്ങനെ കൂട്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഒരു ആംഗ്യവും കാണിക്കും നമ്മൾ കൂട്ടിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചിറങ്ങി വരുമ്പോൾ തിരിച്ച് ഫുഡ് കൊടുക്കും. വീണ്ടും നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ കമാൻഡും കൂടി ആഡ് ചെയ്യും. ഇന്നെന്നുള്ള കമാൻഡ്. അപ്പോൾ അവളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറും. ഇപ്പോൾ ഉള്ള ആൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ വീണ്ടും അവൾക്ക് ഫുഡ് കൊടുക്കണം. വെരി ഗുഡ്. യെസ് യെസ് സൂപ്പർ. വെരി ഗുഡ്. യെസ് സൂപ്പർ സൂപ്പർ. കം. നമ്മൾ വീണ്ടും വിളിച്ചിട്ട് വീണ്ടും ഒരു പീസ് പുറത്ത് കൊടുക്കണം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുതൽ പീസ് കൊടുക്കുന്നത് കൂടിൻ്റെ അകത്ത് വെച്ചായിരിക്കും. എണ്ണം കൂടുതൽ. അപ്പോൾ അവൾ കയറി കഴിച്ചു. ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ വെയിറ്റ് ചെയ്യാനുള്ള പോരാണ്. വരുമ്പോൾ വിളിച്ചിട്ട് ഒരു ചെറിയ പീസ് കൂടെ കൊടുക്കാം. യെസ് യെസ് ഗുഡ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ. വെരി ഗുഡ് സൂപ്പർ. കം. ഒരു 4-5 പീസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ആളെ പുറത്തേക്ക് വിളിച്ചിട്ട് പിന്നെ ഒരു ചെറിയ പീസ് കൊടുക്കാം. ഇവിടെ വരുമ്പോൾ ചെറിയ പീസ് കൊടുക്കണം. അവിടേക്ക് കയറുമ്പോൾ നമ്മൾ വലിയ പീസ് കൊടുക്കും. അത് എണ്ണം കൂട്ടി കൊടുക്കും. ആളവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പീസ് കൊടുക്കും ഓട്ടോമാറ്റിക്കായിട്ട്. ഇവിടെ നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ചതാണ്. അതാണ് നമ്മൾ കുറച്ചും കൂടി നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാറില്ല. കുറേ നാളെ പ്രാക്ടീസ് ചെയ്തിട്ട്. ഗുഡ് ഗേൾ. യെസ് സൂപ്പർ. Super. Very good. Very good. Yes. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി തുടങ്ങി. നമ്മളവിടെ ഓൾറെഡി അവൾ സിറ്റ് ആയിക്കണ കാരണം നമ്മൾ ഒന്നിൽ കൂടുതൽ പീസ് കൊടുക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ കൂട്ടിലേക്ക് ഒരു പീസ് ഇട്ട് കൊടുക്കും. അത് കഴിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ പീസുകൾ ഇട്ട് കൊടുക്കും. യെസ് 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 യെസ്
അപ്പോൾ നമ്മളത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ അവൾ കൂടുതലേറെ കൂട്ടിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഫുഡ് വേറെ ഫുഡ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവൾ നോക്കി നടക്കും. അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ഒന്നിൽ കൂടുതൽ ഫുഡിൻ്റെ പീസ് അവിടെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ചിട്ട് നമ്മളൊരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇത് നമ്മുടെ കൂടിൻ്റെ അടി മറ്റേ ഫ്ലോർ മാറ്റ് കാരണം ചെറിയ ഫുഡ് പീസൊക്കെ താഴേക്ക് പോകും. അപ്പോൾ ശരിക്കും അങ്ങനത്തെ ഫ്ലോർ മാറ്റൊക്കെ ഉള്ള ഒരു അടിയിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഫുഡ് പീസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ടൈലൊക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, ഭയങ്കര എളുപ്പമായിരിക്കും. ഇതാകുമ്പോൾ അല്ലെങ്കിൽ വലിയ ഫുഡ് പീസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് പോകും. നമ്മൾ ഇൻ കമാൻഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഡോഗിനെ കൂട്ടി കയറ്റാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ചെറുപ്പം പോലെ എല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അവരുടെ സൗണ്ടായിട്ട് എല്ലാവർക്കും ഡോഗിന് നല്ല ഇതാവും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കേൾക്കുന്നതായിരിക്കും. ഓക്കെ. ഈ കമാൻഡ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂട് അടയ്ക്കാൻ ആദ്യം നോക്കരുത്. നമ്മൾ കൂട്ടി കയറ്റാനുള്ള കമാൻഡാണ്. പക്ഷെ കൂട്ടി കയറ്റി നമ്മൾ കൂട് ആദ്യം അടച്ചു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ കയറാൻ സംശയം തോന്നും. അപ്പോൾ കൂട് അടയ്ക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിലോ സെക്കൻഡ് സ്റ്റെപ്പിലോ ഒന്നും കൂട് അടയ്ക്കരുത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ആവുമ്പോഴാണ് കൂട് അടയ്ക്കണത്. ഇത് ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടിലാണ് ഇതുള്ളത്. അപ്പോൾ ഇത്ര പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലോണം ആയിക്കഴിയുമ്പോൾ ഇതൊരു 2 മാസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആൾ നല്ല കണ്ടീഷനാവും. നമ്മൾ ഇന്ന് പറയുമ്പോൾ തന്നെ കൂട്ടി കയറാവുന്ന സെറ്റപ്പ് ആവും. ഫസ്റ്റ് കൂടിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഒരു കമാൻഡ് ചെയ്യേണ്ടത്. അത് ശ്രദ്ധിക്കണം. പിന്നെ കൂടിൻ്റെ കേജിൻ്റെ ഡോർ അടയ്ക്കരുത്, അത് ശ്രദ്ധിക്കണം. നമ്മൾ കൂടിൻ്റെ അകത്ത് കയറുമ്പോൾ ഒന്നിൽ കൂടുതൽ ഫുഡ് കൊടുക്കാൻ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ എണ്ണം കൂടുതൽ കൂടിൻ്റെ അകത്ത് കിട്ടണ കാരണം അവളെപ്പോഴും കൂട്ടി കയറാനൊരു ഇൻട്രസ്റ്റ് തോന്നും. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്ത് ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ. No. Back. Yeah. താഴെ